ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 85-ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 84 എപ്പിസോഡുകളിലായി 24-ാം സങ്കീർത്തനം 6-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ പഠനം എൻ്റെയും കൂടി ഒരു സാക്ഷ്യമാണ്. ദൈവകൃപയെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന നീതിമാന്മാരും നിർമ്മലന്മാരുമായ മനുഷ്യർ നമ്മളുടെ സമൂഹത്തിനും ചിന്താധാരകൾക്കും അപ്പുറമായി പങ്കുവച്ച അനുഭവങ്ങൾ ഈ നൂറ്റാണ്ടിലും പ്രസക്തമാകുന്നുവെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം. കാലങ്ങൾ വ്യത്യസ്തം, ചിന്താധാരകൾ വ്യത്യസ്തം, മനുഷ്യവർഗങ്ങൾ വ്യത്യസ്തം, ഭാഷകൾ വ്യത്യസ്തം, പാരമ്പര്യങ്ങൾ വ്യത്യസ്തം. ഇതെല്ലാം വ്യത്യസ്തമായിട്ടും ഇന്ന് ജീവിക്കുന്നവരും ഒക്കെ ഒരേ തലങ്ങളിലൂടെ ആത്മീകമായ സംഭാഷണം, ആത്മീകമായ നിർവൃതി അനുഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അത് വാക്കുകൾക്കപ്പുറമാണ്. ഇന്ന് ഞാനും നിങ്ങളും പല ഘട്ടങ്ങളിലും ചിന്തിക്കുന്നത് പോലെ തന്നെ അവരും ചിന്തിച്ചിരുന്നു. ദൈവത്തോട് തുറന്ന് സംസാരിച്ചിരുന്നു. ഔപചാരികതകളില്ലാതെ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ പരാതി പറയുന്നത് പോലെ, പരിഭവം പിടിക്കുന്നത് പോലെ അന്നും ഇന്നുമുള്ളവർ ചിലപ്പോൾ ദൈവസന്നിധിയിൽ പരിഭവം പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമെന്ന് പറയുന്നത്, അന്ന് സങ്കീർത്തനങ്ങൾ രചിച്ചവർ അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത മറുപടികളും അവരുടെ ജീവിത സാക്ഷ്യമാകുന്ന ബാലൻസ് ഷീറ്റുകളിൽ അവർ രേഖപ്പെടുത്തിയിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ദുഃഖങ്ങളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങളൊന്നും ഒളിച്ചു വെക്കുന്നില്ല, ഞങ്ങൾ പൂർണ്ണരാണെന്നും ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്നും പറയുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്താധാരകൾ ദൈവത്തോട് പോലും തോന്നിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യത്തിനായും എഴുതി വച്ചിരുന്നു. ഇന്നിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ പരാതികളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് കിട്ടിയ ആത്മീക ഉത്തരങ്ങളും ആത്മീക നവോത്ഥാനവും ആത്മീക ശക്തിയും പിൻതലമുറയ്ക്ക് വേണ്ടി, സാക്ഷ്യത്തിനു വേണ്ടി ഒരു തരിയെങ്കിലും നമ്മൾ കുറിച്ചു വയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ കുറിച്ചു വെച്ചില്ലെങ്കിൽ തന്നെയും ചില ശേഷിപ്പുകളുണ്ട്. എല്ലാ ശേഷിപ്പുകളും എഴുതി വയ്ക്കുന്നതായിരിക്കണമെന്നില്ല, എല്ലാ ശേഷിപ്പുകളും പറയുന്നതായിരിക്കണമെന്നില്ല. പക്ഷേ പറയുന്നതിലും കുറിച്ചു വയ്ക്കുന്നതിലും ഉപരിയായി ചില അനുഭവങ്ങൾ സാക്ഷ്യത്തിലൂടെ, ദർശനങ്ങളിലൂടെ നമുക്ക് സമൂഹത്തിന് സംവേദിപ്പിക്കാൻ പറ്റും. ഇന്ന് അത് പറ്റുന്നില്ല. അപ്പോൾ അന്നുള്ളവർ അവരും നമ്മളെപ്പോലെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയെങ്കിലും തുടർന്ന് പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കുള്ള ഒരു ഉത്തരം ഒരു കോപ്പി ബുക്കാക്കി തങ്ങളുടെ ജീവിതത്തെ തീർത്തു. എന്നാൽ ഇന്നുള്ള നമുക്കാകട്ടെ അതിനേക്കാളും അത്രയും പ്രതിസന്ധികളില്ലാഞ്ഞിട്ട് പോലും, ഒരു പക്ഷേ അത്രയും വേദനകളില്ലാതിരുന്നിട്ട് പോലും നമ്മൾക്ക് വന്ന അനുഭവങ്ങളെ പലപ്പോഴും ദൈവനാമത്തെ ഇകഴ്ത്തിക്കാട്ടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ടോ, സാക്ഷ്യത്തിൽ അപജയം വന്നിട്ടുണ്ടോ, അത് നമ്മളൊരു നിമിഷം ആമുഖമായി ധ്യാനാത്മകമായിട്ടെടുക്കണം. 24-ാം സങ്കീർത്തനം 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുവീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവൻ യഹോവയിൽ നിന്ന് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷിച്ചു. ആരെപ്പറ്റി? വെടിപ്പുള്ള കൈകൾ, നിർമ്മല ഹൃദയമുള്ളവൻ,
വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവർ, അങ്ങനെയുള്ളവർ യഹോവയിൽ നിന്ന് അനുഗ്രഹവും തൻ്റെ രക്ഷയുള്ള ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ ഇതാകുന്നു. ഈ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ, ആ തലമുറ ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും നീതിയും പ്രാപിക്കുന്നവരായിരിക്കും. അനുഗ്രഹവും നീതിയും പ്രാപിക്കുന്ന ഒരു തലമുറ ദൈവത്തിനെ അന്വേഷിക്കുന്നവരുടെ തലമുറയാണ്. അപ്പോൾ ദൈവത്തിനെ അന്വേഷിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടും, ദൈവത്തിൽ നിന്ന് നീതി കിട്ടും. എന്താ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹവും നീതിയും? അനുഗ്രഹം ഡിവൈൻ ബ്ലെസ്സിങ്സ്. അത് ഭൗതികമാകാം, ആത്മീകമാകാം. നമ്മൾ പലപ്പോഴും ഭൗതികമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. പല ഭാഷകൾ, ഭാഷാവരങ്ങൾ, അത്ഭുത പ്രവൃത്തികൾ, ഭൗതികമായ ഉയർച്ചകൾ, ബുദ്ധിശക്തി, സൗന്ദര്യം, പ്രതാപം, ഇത് മാത്രമല്ല ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സ് വിത്ത് ബർഡൻസ്, അതായത് അനുഗ്രഹങ്ങളും ബാധ്യതകളും, ഇത് രണ്ടും ഒരു വിശ്വാസിക്ക് കിട്ടേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചാൽ തിന്മയും പ്രാപിക്കേണ്ടതാണ്. പക്ഷേ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന തിന്മയെന്ന് പറയുന്നത് ഭൗതിക തിന്മയുമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് കൈയും കണക്കുമില്ല. പക്ഷേ ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠതയുള്ളതാണ്. നമ്മൾ പാടാറില്ലേ, ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലേഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ, നന്മയെ തൻ കരം നൽകുമെന്നീശനിൽ. ആ വരികളുടെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കണം. ബാലശിക്ഷ നൽകുന്ന അപ്പന് തൻ്റെ സ്നേഹം കുറയത്തില്ല. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക എന്ന് പറയുന്നത് ദൈവം തരുന്ന സുഖസൗകര്യങ്ങളെല്ലാം പ്രാപിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ശിക്ഷകളും സ്വീകരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്, ഡിവൈൻ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു ശാപമല്ല. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിൽ കേഴ്സിംഗ് എന്നുള്ള പദമല്ല. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ പ്രമാണ പുസ്തകങ്ങൾ, ന്യായപ്രമാണങ്ങളിലും തൽമൂദുകളിലുമൊക്കെ ശാപങ്ങളുടെ കണക്ക് പറയുന്നുണ്ട്. അപ്പനെയും അമ്മയും പ്രാകുന്നവൻ, കാളയോടൊപ്പം കഴുതയും ഉഴുവാൻ ഉപയോഗിക്കുന്നവൻ, അവരൊക്കെ ശപിക്കപ്പെട്ടവരാന്ന് പറയുന്നുണ്ട്. അനേകം ശാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം ആലോചിച്ചോളാം, പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള ശാപങ്ങളല്ല, ഗതിയേറ്റവനും സ്ത്രീ അരുളണമെന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. രക്ഷപ്പെടാൻ സാധിക്കാത്തവനും നിവൃത്തിയില്ലാത്തവനും ഗതിയില്ലാത്തവനും ദൈവമേ അവനും നീ ഐശ്വര്യം കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവമാണ് പുതിയ നിയമത്തിലുള്ളത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടും. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറയ്ക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടും. പിന്നെ രണ്ടാമത് പറയുകയാണ്, രക്ഷയുടെ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. അപ്പോൾ അനുഗ്രഹവും നീതിയും. ഈ നീതി എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം. നീതിയുടെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നീതി എന്നുള്ള വാക്കിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു വ്യാഖ്യാനം, ദൈവത്തിൻ്റെ നീതി മനുഷ്യനോട് പ്രവർത്തിക്കും എന്ന് വെച്ചാൽ ദൈവം മുഖപക്ഷമില്ലാത്ത ന്യായാധിപതിയാണ്. അവന് മുഖപക്ഷമില്ല. കരുണ കാണിക്കണമെന്നുള്ളവനോട് കരുണ കാണിക്കും, ശിക്ഷിക്കണമെന്നുള്ളവനെ അവൻ ശിക്ഷിക്കും. അപ്പം ദൈവത്തിൻ്റെ നീതിക്കകത്തിൽ നമ്മൾ ഓർത്തോണം, തല്ലും തലോടലുമുണ്ട്. ഈ തലോടലും തല്ലും ഒരേ ഗണത്തിൽ പോകുകയും, അപ്പോൾ തലോടൽ കിട്ടുമ്പോൾ തലോടലും തല്ല് കിട്ടുമ്പോൾ തല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാകത്തില്ല. തലോടൽ കിട്ടുമ്പോൾ അതിലൊരു തല്ലിൻ്റെ അനുഭവവും ഒരു തല്ല് കിട്ടുമ്പോൾ അതിലൊരു തലോടലിൻ്റെ അനുഭവവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ നീതിയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവം ശാസിക്കുമ്പോഴും അവൻ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്തയുണ്ടാകണം. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. സൗഭാഗ്യമുള്ള ആത്മാജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മാജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ആഴമേറിയ ചിന്തകളാണ്. അപ്പം രക്ഷയുടെ ദൈവത്തിൽ നിന്ന്, അതായത് ഓർത്തോണം,
വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവന്, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ ഇരിക്കുന്നവന്, കള്ളസത്യം ചെയ്യാതിരിക്കുന്നവന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടും. ഞാൻ നന്നായി ജീവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികമായ അനുഗ്രഹങ്ങൾ ഇട്ടുമൂടി എന്നെ നശിപ്പിക്കുവാൻ അവൻ തയ്യാറാകത്തില്ല. അനുഗ്രഹങ്ങളുടെ ആധിക്യത്തിൽ നശിക്കപ്പെട്ടു പോകുന്നവരുണ്ട്. അനുഗ്രഹങ്ങളുടെ ആധിക്യത്തിൽ ശപിക്കപ്പെട്ടു പോകുന്നവനുണ്ട്. ഭൗതികമായ അനുഗ്രഹങ്ങളുടെ നിറവിൽ അഹങ്കാരിയായി പോകുന്നവരുണ്ട്. അതുണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം നിർമ്മലമായി ജീവിക്കുന്നവന് ദൈവത്തിൻ്റെ നീതി ദൈവം പകർന്നു കൊടുക്കും. ദൈവത്തിൻ്റെ നീതിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, തല്ലും തലോടലുമുണ്ട്. സ്നേഹിക്കുന്ന പിതാവും മാതാവും തിരുത്തലുകൾ വരുത്തും, ശിക്ഷ കൊടുക്കും, അടി കൊടുക്കും, ചിലപ്പോൾ ഇറക്കി വിട്ടെന്നിരിക്കും, ചിലപ്പോൾ നെഞ്ചോട് ചേർത്തെന്നിരിക്കും. ദൈവം നെഞ്ചോട് ചേർക്കുന്നതും അകറ്റി നിർത്തുന്നതും ഒരുപോലെയായി സ്വീകരിക്കുന്ന ഒരു അനുഭവം ദൈവനീതിയിലുണ്ട്. തൻ്റെ ദൈവത്തിൻ്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷം, ഒരു സുഖത്തിൻ്റെ അനുഭവം, ഒരു സുഗന്ധത്തിൻ്റെ അനുഭവം അകറ്റി വിടുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും അനുഭവിക്കുവാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ ഭക്തൻ. അങ്ങനെയുള്ളവന് മാത്രമേ നിർമ്മല ഹൃദയമായിട്ടുള്ളൂ. അങ്ങനെയുള്ളവന് മാത്രമേ നിഷ്കളങ്കനായിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വെടിപ്പുള്ള കൈ ഉള്ളവനെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അകറ്റി നിർത്തുമ്പോഴും ദൈവം തന്നിട്ടുള്ള അനുഭവങ്ങൾ നെഞ്ചോട് ചേർക്കുമ്പോഴുള്ള ആ ചൂടും ചൂരും അകന്നിരിക്കുമ്പോഴും അനുഭവിക്കത്തുള്ളൂ. കർത്താവ് തന്നെ ചോദിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര കൊട്ട എടുത്തെന്നും 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര വട്ടി നിറച്ചെടുത്തെന്നും നിങ്ങൾ മറന്നുപോയോ? അതെന്താ നിങ്ങൾ മറന്നുപോയത്? ആ അപ്പത്തിൻ്റെ ആധിക്യത്തിലുള്ള അനുഭവം, ശേഷിപ്പിൻ്റെ അനുഭവത്തിലുള്ള സന്തോഷം മറ്റു ചില സംഭവത്തിൽ കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താ മറന്നു പോകുന്നത്? ചില ശേഷിപ്പുകളൊക്കെ വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാമോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ കുറേ ശേഷിപ്പിച്ചു, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ കുറേ ശേഷിപ്പിച്ചു. എന്തിനായി ശേഷിപ്പുകൾ? നമ്മളുടെ ഓർമ്മയിൽ ചിലതൊക്കെ ഉണ്ടായിരിക്കണം. എല്ലാം വെറുതെ പാഴാക്കി കളയരുത്. ദൈവത്തിൻ്റെ അനുഭവങ്ങൾ പാഴാക്കി കളയുന്നത് ദോഷമാണ്. അതിനുള്ളതല്ല നമ്മളുടെ വിളിയെന്ന് പറയുന്നത്, അതിനുള്ളതല്ല നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. നമ്മളുടെ അനുഭവവും നമ്മളുടെ പ്രവൃത്തിയുമെന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിച്ചു കൊള്ളണം, അനുഭവം കൊണ്ടും സാക്ഷ്യം കൊണ്ടും നമ്മൾ ചിന്തിച്ചു കൊള്ളണം. അതെപ്പോഴുമുണ്ട്. ഇന്നലെ ദൈവം തന്നു, ഇന്ന് തന്നില്ല എന്നുള്ളതല്ല. ഇന്നലെ തന്നതിൻ്റെ ഓർമ്മ, മിനിഞ്ഞാന്ന് തന്നതിൻ്റെ ഓർമ്മ ജീവനുള്ള കാലത്തോളം നിലനിൽക്കണം. ചില പിള്ളേരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, വീട്ടിലെന്നും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും, ഒരു നേരം നല്ലത് കൊടുത്തില്ലെങ്കിൽ പാത്രമെടുത്തെറിയുന്നു, ആളാകുന്നു, അഹങ്കരിക്കുന്നു, മാതാപിതാക്കന്മാരെ തെറിവിളിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള പിള്ളേരെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പേരൻസ് കുട്ടികൾക്ക് എല്ലാ പ്രാവശ്യമൊന്നും തുണി എടുത്തു കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ നേരത്തെ നിനക്ക് കിട്ടിയ നല്ല വസ്ത്രത്തിൻ്റെ, നല്ല ഭക്ഷണത്തിൻ്റെ, നല്ല പേനയുടെ, നല്ല ചെരുപ്പിൻ്റെ, നല്ല ആഭരണങ്ങളുടെ ഓർമ്മയിൽ ഇന്നും നീ ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. നിൻ്റെ പിതാവും മാതാവും വയ്യാതിരിക്കുമ്പോൾ അവർ കഴിഞ്ഞ കാലത്തിൽ നിന്നെ അധികം പഠിപ്പിക്കാത്തതിനെക്കുറിച്ച് ഓർത്തും നിനക്ക് വസ്തുവകകൾ കൂടുതൽ തരാത്തതിനെക്കുറിച്ച് ഓർത്തും നീ പരിതപിക്കരുത്. മറിച്ച് നീ കുഞ്ഞായിരുന്നപ്പോൾ നിനക്ക് വേണ്ടി അവരനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് നീ ഓർക്കണം, പ്രതിസന്ധികളെക്കുറിച്ച് നീ ഓർക്കണം, വേദനകളെക്കുറിച്ച് നീ ഓർക്കണം, നിനക്ക് വേണ്ടി പട്ടിണി കിടന്നതിനെക്കുറിച്ച് ഓർക്കണം. അതായത് ഒരു മനുഷ്യരിൽ നിന്ന്, നമ്മളുടെ പൂർവികരിൽ നിന്നാകട്ടെ, സഹോദരങ്ങളിൽ നിന്നാകട്ടെ, മാതാപിതാക്കളിൽ നിന്നാകട്ടെ നമ്മൾ പ്രാപിച്ച അനുഭവങ്ങളൊന്നും നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളെ പലരും പിതാക്കന്മാർ നമ്മളെ ഓർപ്പിച്ചിട്ടുള്ളത്, ഒരു മനുഷ്യൻ നിനക്ക് തന്ന നന്മ ഒരിക്കലും നീ മറക്കരുത്. നിന്നെ വേദനിപ്പിച്ച കാര്യങ്ങൾ നീ മറന്നിരിക്കണം. വേദനിപ്പിച്ചതിനെ മറക്കണം, നന്മ ചെയ്തിട്ടുള്ളതിനെ ഒരിക്കലും മറന്നു പോകരുത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുമോ? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവന്, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവന്, കള്ളസത്യം ചെയ്യാത്തവന് യഹോവയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹത്തോടൊപ്പം തന്നെ പറയുന്നു, നീതി എന്നുള്ള വാക്ക് പറയുന്നു, നീതിയും പ്രാപിക്കും. നീതിക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നീ തീയാണ്, നീ തീയാണ്. അതെ, യു ആർ ദ ഫയർ. നിന്നിൽ ദൈവത്തിൻ്റെ ഒരു വലിയ തീയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തീ എന്നിലും നിങ്ങളിലും ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ എരിവ്, ദൈവാത്മാവിൻ്റെ എരിവ് നമ്മളിൽ ഉണ്ടാകണം.
ഏലിയാവിലും യോഹന്നാൻ സ്നാപകനിലും ഉണ്ടായിരുന്നത് ആ ഒരു എരിവായിരുന്നു. ആ എരിവാണ് യോഹന്നാൻ സ്നാപകനെ കൊണ്ട് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയിപ്പിച്ചത്. നിന്റെ സഹോദരൻ്റെ ഭാര്യയെ നീ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറയിപ്പിച്ചത്. ആ മനുഷ്യൻ നീ തന്നെയെന്ന് നാഥാനെ കൊണ്ട് ദാവീദിനോട് പറയിപ്പിച്ചതും ആ ഒരു തീ തന്നെയാണ്. ഈ ലോകത്തിൽ നീതിക്കു വേണ്ടി വിശന്ന് ദാഹിച്ചവരായ നിർമ്മലന്മാരും സാമൂഹ്യ നവോത്ഥാന നേതാക്കന്മാരുമൊക്കെ എരിഞ്ഞില്ലാതായത് ആ നീതിയുടെ, ദൈവത്തിൻ്റെ നീതിയുടെ തീയുടെ ആ ഒരു സ്വാധീനം കൊണ്ടാണ്. ദൈവത്തെ പിന്തുടരുന്നവരുണ്ടല്ലോ പ്രിയമുള്ളവരെ, എപ്പോഴും നിശബ്ദരാകണമെന്നില്ല, എപ്പോഴും ഉള്ളറകളിലാകണമെന്നില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ദൈവത്തിലുണ്ടായിരുന്ന ഓർത്തോണം, കരുണയുടെ ദൈവം, നീതിയുടെ ദൈവം, സത്യത്തിൻ്റെ ദൈവം. ആ ദൈവം തന്നെ യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് ചാട്ടവാറെടുത്ത് അവിടുത്തെ അനീതിക്കെതിരെ പോരാടി. യഥാർത്ഥത്തിൽ കർത്താവിനെ എത്രയും പെട്ടെന്ന് ക്രൂശിക്കണമെന്ന് യഹൂദന്മാർ ചിന്തിച്ചതുപോലും മതത്തെ തൊട്ട് കളിക്കാൻ ചെന്നപ്പോഴാണ്, അവരുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കാൻ ചെന്നപ്പോഴാണ്. അതുവരെയും അവൻ പറഞ്ഞതൊക്കെ അവർ കണ്ണടച്ച് കാണിച്ചു. അവൻ പറഞ്ഞോട്ട് കുറേ കൂടെ ഒക്കെ പറയട്ടെ. പക്ഷേ പള്ളിയിൽ ചെന്ന് പള്ളിയെ തൊട്ട് കളിച്ചപ്പോൾ, അവരുടെ ആ ധാർമ്മികതയെ തൊട്ട് കളിച്ചപ്പോൾ, ദൈവത്തിൻ്റെ മറവിൽ ദൈവത്തെ വിൽപ്പനച്ചരക്കാക്കിക്കൊണ്ട്, ദൈവം മക്കളാണെന്ന് നടിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ എല്ലാം ആണെന്ന് നടിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരെ ശാസിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ പ്രശ്നം തുടങ്ങി, അവിടെ ബുദ്ധിമുട്ട് തുടങ്ങി, അവിടെ പ്രതിസന്ധികൾ തുടങ്ങി. അതോടെ കർത്താവിനെ ക്രൂശിക്കണമെന്ന് തീരുമാനിച്ചു. ലോകത്തിൽ പലപ്പോഴും നമ്മളൊക്കെ കുരിശിക്കപ്പെടുവാൻ തക്കവണ്ണം ഏൽപ്പിക്കപ്പെട്ടു കൊടുക്കുന്നത് ഒരു പരിധി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നമുക്ക് വേണ്ട നിശബ്ദമായിട്ട് പോയാൽ മതി, ഒന്നിനെക്കുറിച്ച് നമുക്ക് ബേജാറാകേണ്ട കാര്യമില്ല, അവനവൻ്റെ കാര്യം നോക്കി പോയാൽ മതി. പക്ഷേ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കും, മിണ്ടായിരുന്നാൽ പോരെ, എന്തിനാണ് ഇതിൻ്റെ അകത്തൊക്കെ കൈവയ്ക്കുന്നത്, അങ്ങ് മാറിപ്പോയാൽ പോരെ, ആരെങ്കിലും എന്തേലും ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്തുവാ, ചിലരൊക്കെ ചോദിക്കത്തില്ലയോ? അതായത് ഓർത്തോണം, അങ്ങനെ ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നീ നിൻ്റെ സുരക്ഷിതത്വത്തിൽ, നീ നിൻ്റെ സുഖത്തിൽ, നീ നിൻ്റെ സമാധാനത്തിൽ യഥേഷ്ടം വിരാജിച്ചു കൊള്ളുക. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് സഹോദര നിന്നോട് പറഞ്ഞിട്ടില്ല, നീ അതിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇടപെടാനുള്ള ശക്തിയോ ശേഷിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിനക്ക് കാണത്തില്ല, സഹോദരി നിനക്ക് കാണത്തില്ല. അതിനു മുൻപേ നീ തകർന്നു പോകും. ഒരു കൊച്ചു പ്രശ്നം വന്നാലേ നീ വീണു പോകും. പക്ഷേ മറ്റു ചിലരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിനറിയാം, അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ദുരിതത്തിലൂടെ കടന്നു പോകും, പ്രതിസന്ധിയിലൂടെ കടന്നു പോകും. പക്ഷേ അവർക്കൊക്കെ അത് സഹിക്കുവാനുള്ള ശേഷിയുണ്ടെന്ന് ദൈവത്തിനറിയാം. അങ്ങനെയുള്ളവരെ കൊണ്ടേ ദൈവം ചില ബാധ്യതകൾ ഏൽപ്പിക്കത്തുള്ളൂ. നമുക്കറിയാം, യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാവരെയും പിടിച്ച് മുൻപിൽ നിർത്തത്തില്ല. ധീരന്മാരായിട്ടുള്ളവരുണ്ട്. ചില പ്രത്യേകമായ ഫോഴ്സിനെ ഗവൺമെൻറ് ഏൽപ്പിക്കുമ്പോൾ, അത് പോലീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും അന്വേഷണത്തിലാണെങ്കിലും ഒക്കെ അത്തരം ഏൽപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രമേ വിടത്തുള്ളൂ. ഒരു അപകട സ്ഥലത്തേക്ക് ഒരു ഫോഴ്സിനെ അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ ആ ചുമതലപ്പെട്ടവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും, ആരെയാണ് അവിടേക്ക് വിടേണ്ടത്. ചിലപ്പോൾ അങ്ങനെ വിടുന്നവർ, ആ ഉത്തരവാദിത്തം ഏറ്റുപോകുന്നവർ ഒരുപാട് തെറി കേട്ടെന്നിരിക്കും, പ്രയാസങ്ങൾ കേട്ടെന്നിരിക്കും, സമൂഹം കുറ്റപ്പെടുത്തിയെന്നിരിക്കും. അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ തീ അനുഭവിച്ചവർ പലതും പറയും. അതിൽ നീതിയും ന്യായവും ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതൊക്കെ നിലനിൽക്കും. അവരെ ക്രൂശിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. ഞാൻ വീണ്ടും പറയട്ടെ, സുരക്ഷിതത്വത്തിൻ്റെ ആ ഒരു വലിയ തടവറയിൽ ഇരുന്നു കൊണ്ട്, ഭീതിയുടെ ഞാൻ പ്രവർത്തിച്ചാൽ ഇന്നാളോട് മിണ്ടിയാൽ പ്രശ്നമാകുമോ എന്ന് പേടിച്ച്, ഇന്നാളെ പിന്തുണച്ചാൽ നാശം വരുമോ എന്ന് ചിന്തിച്ച്, ആ സത്യമുണ്ട്, ആ സത്യം അറിഞ്ഞിട്ടും അത് പറഞ്ഞാൽ എൻ്റെ ഭാവിക്ക് പ്രശ്നമുണ്ടോ എന്ന് പേടിച്ച് ആരെങ്കിലുമൊക്കെ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അതിനെ പേടിക്കാത്തവരും അതിനെ ഭയക്കാത്തവരും അതിൻ്റെ നേരെ നോക്കാത്തവരുമായ ആളുകൾ പ്രവർത്തിക്കുന്ന, നീതിയുടെ വക്താക്കളായി പ്രവർത്തിക്കുന്ന, എനിക്കും നിങ്ങൾക്കും വേണ്ടി ബലിയാടുകളായി പോകാൻ ശ്രമിക്കുന്ന അത്തരക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ദൗത്യമുള്ളൂ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ നീതി അവരുടെ മേലുണ്ടാകുമെന്ന് പറയുമ്പോൾ ഓർത്തോണം, ആ ദൈവത്തിൻ്റെ നീതി അവരിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ വെടിപ്പുള്ള കൈയുള്ളവരാണ്, നിർമ്മല ഹൃദയമുള്ളവരാണ്, കള്ളത്തരത്തിന് മനസ്സ് വയ്ക്കാത്തവരാണ്, വ്യാജം ചെയ്യാത്തവരാണ്.
ആ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത്തരക്കാരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകും, ദൈവത്തിൻ്റെ നീതിയും ഉണ്ടാകും. നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമെന്ന് പ്രവാചകൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുണയും നമ്മൾക്ക് വേണം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേണം, ദൈവത്തിൻ്റെ നീതിയും വേണം. അതായത് ദൈവത്തിൻ്റെ തലോടലും വേണം, ദൈവത്തിൻ്റെ തല്ലും വേണം. ഇത് രണ്ടും പ്രാപിക്കുവാനുള്ള ഒരു ശക്തി, ആർജവത്വം നമുക്കുണ്ടാകണം. വീണ്ടും പറയുകയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുവീൻ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുവീൻ. അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ ഇതാകുന്നു എന്ന് പറഞ്ഞ് തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ദാവീദ് പറയുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുവീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് കടന്നു വരുന്നു. കർത്താവിൻ്റെ രാജകീയമായ എഴുന്നള്ളത്തിൻ്റെ മുൻകുറിയായി, കർത്താവിൻ്റെ കടന്നുവരവായി, ജെറൂസലേമിലെ തിരുവീതികളിലൂടെയുള്ള യാത്രയുടെ മുൻകുറിയായി ഈ ഭാഗത്തെ വേദപണ്ഡിതന്മാർ ഉയർത്തി കാണിക്കാറുണ്ട്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നുണ്ട്, കന്യകാജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഉദരത്തിലേക്കുള്ള കർത്താവിൻ്റെ പ്രവേശനം, അതിനെക്കുറിച്ച് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനങ്ങളുടെയൊക്കെ മറവിലും അടിത്തറയിലും നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ. ഏത് വാതിലുകളാണ് തലകൾ ഉയർത്തേണ്ടത്? നമ്മളൊക്കെ വലിയ വാതിലുകൾ കെട്ടിയിട്ടുണ്ട്. വാതിലുകളുടെ പ്രത്യേകത പ്രവേശന ദ്വാരമാണ്. അകത്തോട്ടും പുറത്തോട്ടും പോകുവാനുള്ള പ്രവേശന ദ്വാരം. ഒരു വലിയ ബിൽഡിംഗ് പണിഞ്ഞ് അതിന് വാതിലില്ലെങ്കിൽ പ്രയോജനമില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ ഭാവനാത്മകമായിട്ട് പറയുകയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ. വാതിലുകൾ ജീവനില്ലാത്തതാണ്, മറ്റു ഭൗതിക വസ്തുക്കളും കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ വാതിലുകൾക്ക് ജീവനില്ല. ആ വാതിലുകൾക്കൊരു ഘടനയുണ്ട്, അതിനൊരു വലിപ്പമുണ്ട്. ആ വാതിൽ അല്പവും പൊങ്ങത്തില്ല, താഴ്ത്തുമില്ല. വലിയ വാതിലാണെങ്കിൽ ആളുകൾക്ക് സുഗമമായി പ്രവേശിക്കാം. വാതിൽ വലിപ്പം കുറഞ്ഞതാണെങ്കിൽ തലകുനിച്ചു പ്രവേശിക്കണം. പഴയകാല ബിൽഡിങ്ങുകളുടെ നിർമ്മിതികളുടെയൊക്കെ വാതിലുകൾ പൊക്കം കുറഞ്ഞതായിരുന്നു പലയിടത്തും, പ്രത്യേകിച്ച് ആരാധനാലയങ്ങളുടെയൊക്കെ വാതിലുകൾ പൊക്കം കുറഞ്ഞതായി പണിയാൻ കാരണമുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ച് പ്രവേശിക്കരുത്. തല വണങ്ങി ഭക്തിയോടെ പ്രാർത്ഥനയോടെ പ്രവേശിക്കണം. അതുകൊണ്ട് തന്നെ പഴയകാലത്തെ ദേവാലയങ്ങളുടെയൊക്കെ വാതിലുകൾ പൊക്കം കുറഞ്ഞതായിരുന്നു. ഗ്രീക്ക് പാരമ്പര്യത്തിൽ, പുരാണത്തിൽ പ്രൊക്കൂസ്റ്റ്യസ് എന്ന് പറയുന്ന ഒരു ഭീകര രാക്ഷസനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ രാക്ഷസൻ്റെ പ്രത്യേകത, അദ്ദേഹം വേഷപ്രച്ഛന്നനായി അതിഥികളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം വഴിയോരങ്ങളിൽ പോയി നിൽക്കും. യാത്രികരെ കണ്ട് അവരെ തൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നിട്ട് അവർക്ക് ഭക്ഷണപാനീയങ്ങളൊക്കെ യഥേഷ്ടം നൽകും, ലഹരി വസ്തുക്കളൊക്കെ നൽകും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ, അദ്ദേഹത്തിന് അതിഥികളെ സ്വീകരിക്കുവാൻ ഒരു കിടക്കയുണ്ട്, അവിടെ കിടത്തും. അതുവരെയും പ്രശ്നമില്ല. തുടർന്നാണ് പ്രശ്നം വരുന്നത്. ഈ വരുന്ന അതിഥിക്ക് പൊക്കം കുറഞ്ഞവനാണെങ്കിൽ ആ കട്ടിലിൻ്റെ വലിപ്പത്തിനെത്തുവാൻ തക്കവണ്ണം വലിച്ചു നീട്ടും. എന്നാൽ തൻ്റെ കിടക്കയേക്കാൾ അതിഥിക്ക് പൊക്കം കൂടുതലാണെങ്കിൽ, വലിപ്പം കൂടുതലാണെങ്കിൽ, ആ വെളിയിലേക്ക് കിടക്കുന്ന കാലോ കയ്യോ ഉണ്ടെങ്കിൽ അരിഞ്ഞു വീഴ്ത്തും. പ്രൊക്യൂസ്റ്റസിൻ്റെ കട്ടിലിൻ്റെ പ്രത്യേകതയതാ, അവൻ്റെ അതിഥി സ്വീകരണത്തിൻ്റെ പ്രത്യേകതയതാ. അവരെ നശിപ്പിച്ച് കളയുമായിരുന്നു, കൊന്നുകളയുമായിരുന്നു. നീളം കുറഞ്ഞാലും നീളം കൂടിയാലും പ്രശ്നമായിരുന്നു. ഇവിടെ ഓർത്തോണം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീരെന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ കാണുന്നത് ഭൗതികമായ വാതിലുകളല്ല, മഹത്വത്തിൻ്റെ രാജാവിന് പ്രവേശിക്കുവാൻ തക്കവണ്ണമുള്ള വാതിലുകളാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കേണ്ടത് തലവണങ്ങിയല്ല,
തല ഉയർത്തിപ്പിടിച്ച മഹത്വത്തിൻ്റെ രാജാവിൻ്റെ ആലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് വണക്കത്തോടെയാണ്, തല കുനിച്ചുകൊണ്ടാകണം. എന്നാൽ നമ്മിലേക്ക് അവൻ പ്രവേശിക്കുന്നത് അവൻ്റേതായ എല്ലാവിധമായ പ്രാഭവത്തോടു കൂടിയാണ്. അതിനനുസരിച്ച് ജീവിത ദർശനങ്ങളിൽ മാറ്റം വരുത്തണം. മഹത്വത്തിൻ്റെ രാജാവിന് പ്രവേശിക്കുവാനുള്ള ആലയങ്ങളായി നമ്മൾ മാറ്റപ്പെടണം. മഹത്വത്തിൻ്റെ രാജാവിന് പ്രവേശിക്കുവാനുള്ള ചുറ്റുവട്ടങ്ങളായി നമ്മൾ രൂപപ്പെടണം. മഹത്വത്തിൻ്റെ രാജാവിന് പ്രവേശിക്കുവാനുള്ള ഇരിപ്പിടങ്ങളായി നമ്മളെ തന്നെ മാറ്റണം. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വലിയ സ്നേഹം, ആ വലിയ ഇഷ്ടം നിവർത്തിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, വാതിലുകളെ തലകളെ ഉയർത്തുവേനെന്ന് പറയുമ്പോൾ വിശാല മനസ്കത, വിശാല ചിന്താഗതികൾ ഉണ്ടാകണം. ലോകം പുരോഗതിയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ, ആധുനികതയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ചിന്താധാരകളിൽ വളരണം. കെട്ടതും ചത്തതുമായ ചിന്താധാരകളെ ഉപേക്ഷിക്കണം, തത്വചിന്തകളെ ഉപേക്ഷിക്കണം, വർഗീയ മനോഭാവങ്ങളെ ഉപേക്ഷിക്കണം. ഇന്ന് വർഗീയതയും ജാതീയതയും അലസ മനോഭാവങ്ങളും പാരമ്പര്യത്തിൻ്റെ കെട്ടുകളും വ്യർത്ഥമായ പാരമ്പര്യങ്ങളും തെറ്റായ പഠിപ്പിക്കലുകളും ഒക്കെ ഇന്ന് വിജയത്തെയും അനുഗ്രഹത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുകയാണ്. ഭൂമി പരന്നതാണെന്ന് പഠിപ്പിച്ച ഡാർക്ക് ഏജിലെ പ്രത്യേക കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകണം. അതെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീനെന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആന്തരികവും ഭൗതികവും ആത്മീയവും ചിന്താധാരകൾ ഉൾപ്പെടുന്നതുമായ എല്ലാത്തിനും ഒരു വികാസമുണ്ടാകണം. ഒരു നല്ല ഭൂമികയായിട്ട് നമ്മൾ മാറ്റപ്പെടണം. 24-ാം സങ്കീർത്തനം 5, 6, 7 വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിന് നമ്മുടെ മുൻപാകെ സമർപ്പിക്കപ്പെട്ടല്ലോ. ഈ വാക്കുകൾ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും സ്വയശുദ്ധീകരണത്തിനും ഹേതുവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.